ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇടത് വലതു മുന്നണികൾ തമ്മിൽ കടുത്ത പോരാണെന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും CPM-നെ സംബന്ധിച്ചിടത്തോളം ഇത് ഒരു ജീവൻ മരണ പോരാട്ടമാണ്. 3 സംസ്ഥാനങ്ങളിൽ നിന്നായി 11 പേരെ ജയിപ്പിച്ചെടുത്തില്ലെങ്കിൽ ദേശീയ പാർട്ടി പദവി CPM-ന് നഷ്ടമാകും. കാസർഗോഡ്, കണ്ണൂർ, വടകര, കോഴിക്കോട്, മലപ്പുറം, പൊന്നാനി, പാലക്കാട്, ആലത്തൂർ, ചാലക്കുടി, ഇടുക്കി, എറണാകുളം, പത്തനംതിട്ട, ആലപ്പുഴ, കൊല്ലം, ആറ്റിങ്ങൽ എന്നിങ്ങനെ 15 സീറ്റുകളിൽ പാർട്ടി മത്സരിക്കുന്നത് ജയം മാത്രം ലക്ഷ്യമിട്ടാണ്. ശക്തമായ ഭരണവിരുദ്ധ വികാരമുണ്ടെങ്കിലും 10 സീറ്റുകളിലെങ്കിലും വിജയിക്കാമെന്ന ആത്മവിശ്വാസത്തിലാണ് CPM. കേരളം, തമിഴ്നാട്, ത്രിപുര എന്നിവിടങ്ങളിൽ CPM-ന് സംസ്ഥാന പാർട്ടി പദവിക്കുള്ള മാനദണ്ഡം പാലിക്കാൻ സാധിക്കും. ത്രിപുരയിൽ വോട്ട് വിഹിതവും തമിഴ്നാട്ടിൽ MP സ്ഥാനവും ഉള്ളതുകൊണ്ടാണ് ഇത്. മറ്റേതെങ്കിലും സംസ്ഥാനത്ത് കൂടി MP-മാരെ സൃഷ്ടിച്ചില്ലെങ്കിൽ ദേശീയ പദവി എന്ന സ്ഥാനം നഷ്ടമാകും. നിലവിൽ രാജ്യത്തെ 6 ദേശീയ പാർട്ടികളിലൊന്നാണ് CPM. ബംഗാളിലും ത്രിപുരയിലും കേരളത്തിലും ഒരേ സമയം ഭരണത്തിലിരുന്ന CPM-ൻ്റെ ചുവന്ന തുരുത്തെന്ന് പറയാനാകുന്നത് ഇപ്പോൾ കേരളം മാത്രമാണ്. ലോക്സഭയിലേക്കോ നിയമസഭയിലേക്കോ ഉള്ള പൊതു തെരഞ്ഞെടുപ്പിൽ 4 ലോക്സഭാ സീറ്റുകൾക്ക് പുറമെ 4 സംസ്ഥാനങ്ങളിലെ 6% വോട്ടുകളും പാർട്ടിക്ക് ലഭിക്കണം. 3 വ്യത്യസ്ത സംസ്ഥാനങ്ങളിൽ നിന്നായി 11 സീറ്റുകളും നേടണം. നിലവിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അധിക സമയം നൽകിയതിനാലാണ് CPM-ന് ദേശീയ പാർട്ടി എന്ന പദവി നഷ്ടമാകാതെ നിൽക്കുന്നത്. കഴിഞ്ഞ 20 വർഷത്തെ മാത്രം കാര്യമെടുത്താൽ 4 തെരഞ്ഞെടുപ്പുകളിലും പാർട്ടി വലിയ തകർച്ചയാണ് നേരിട്ടുകൊണ്ടിരുന്നത്. 3 സംസ്ഥാനങ്ങളിൽ നിന്നായി 11 MP-മാരെ കിട്ടാൻ കേരളത്തിൽ നിന്ന് CPM-ന് കുറഞ്ഞത് 8 സീറ്റെങ്കിലും കിട്ടണം. ദേശീയ തലത്തിൽ CPM തകർന്നടിഞ്ഞ 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആകെ ജയിച്ചത് 3 സ്ഥാനാർത്ഥികൾ മാത്രമായിരുന്നു. തമിഴ്നാട്ടിൽ DMK കോൺഗ്രസ് പിന്തുണയിൽ 2 പേർ വിജയിച്ചപ്പോൾ ഭരണവും സ്വാധീനവുമുള്ള കേരളത്തിൽ 1 സീറ്റ് മാത്രമാണ് കിട്ടിയത്. തമിഴ്നാട്ടിൽ ഇത്തവണ DMK സഖ്യത്തിൽ 2 സീറ്റിൽ CPM മത്സരിക്കുന്നുണ്ട്. 2019 ഇതേ സഖ്യത്തിൽ മത്സരിച്ച 2 സീറ്റിലും ജയിച്ചിരുന്നു. അന്ന് ജയിച്ച മണ്ഡലങ്ങളിൽ ഒന്ന് ഇത്തവണ മാറി. കോയമ്പത്തൂരിന് പകരം ദിണ്ടിഗലിലാണ് CPM മത്സരിക്കുന്നത്. ഈ 2 സീറ്റിലും ജയിച്ചാൽ 2 MP-മാരെയാണ് CPM-ന് കിട്ടുക. മൂന്നാമതൊരു സംസ്ഥാനത്തെ വിജയം ഇന്ത്യ സഖ്യത്തിൻ്റെ പരിഗണന അനുസരിച്ചായിരിക്കും. എന്നുവെച്ചാൽ രാജസ്ഥാൻ, ബീഹാർ സംസ്ഥാനങ്ങളിൽ നിന്ന് 1 സീറ്റ് ഒപ്പിച്ചെടുക്കാനുള്ള പെടാപ്പാടിലാണ് പാർട്ടി. രാജസ്ഥാനിൽ 1 സീറ്റും ബീഹാറിൽ BJP വിരുദ്ധ സഖ്യത്തിൽ നിന്നുള്ള പരിഗണനയും CPM-ന് ലഭിക്കാൻ ഇടയുണ്ട്. 3 പതിറ്റാണ്ടിലേറെ സംസ്ഥാനം ഭരിച്ച ബംഗാളിൽ നിലവിൽ CPM-ന് MLA-മാരോ MP-മാരോ ഇല്ല. അതുകൊണ്ട് തന്നെ ഇത്തവണത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ നിലനിൽപ്പിൻ്റെ പോരാട്ടമെന്ന് മുതിർന്ന നേതാവ് AK ബാലന് പരസ്യമായി പറയേണ്ടിയും വന്നു. അരിവാൾ ചുറ്റിക നക്ഷത്രത്തിൽ പരമാവധി വോട്ട് സമാഹരിച്ച് കൂടുതൽ പേരെ ലോക്സഭയിലേക്ക് വിജയിപ്പിക്കാനാണ് CPM ശ്രമം. മുമ്പ് ഇടുക്കിയിൽ സ്വതന്ത്രനായി മത്സരിച്ച് ജയിച്ച ജോയ്സ് ജോർജും മുസ്ലിം ലീഗിൽ നിന്ന് അടുത്തിടെ ഇടത്തേക്ക് ചേർന്ന പൊന്നാനിയിലെ KS ഹംസയും പാർട്ടി ചിഹ്നത്തിൽ മത്സരിക്കാൻ കാരണവും മറ്റൊന്നല്ല. അങ്ങനെ ഇക്കുറി 15 സ്ഥാനാർത്ഥികൾ അരിവാൾ ചുറ്റിക നക്ഷത്രം അടയാളത്തിൽ കേരളത്തിൽ വോട്ടർമാർക്ക് മുന്നിലേക്കെത്തുമ്പോൾ ജനങ്ങൾ ഒപ്പം തന്നെ ഉണ്ടാകുമോ എന്ന ആശങ്ക പാർട്ടി നേതൃത്വത്തിനുണ്ട്. കഴിഞ്ഞ തവണ കനൽ ഒരു തരി എന്ന നിലയിൽ ആലപ്പുഴയിൽ AM ആരിഫ് വിജയിച്ചുവെങ്കിലും വോട്ട് ഷെയർ 1.75% താഴുകയുണ്ടായി. ഇത്തവണ പൂക്കോട് കേസും നൃത്താധ്യാപകൻ്റെ മരണവുമൊക്കെ CPM-ന് തിരിച്ചടിയാണെന്ന് മാത്രമല്ല, നവകേരള സദസ്സും കേരളീയവുമൊക്കെ വോട്ടായി മാറില്ലെന്നും അവർ തിരിച്ചറിയുന്നു. ഒപ്പം പിണറായിക്കും മകൾക്കുമെതിരെയുള്ള കേസ് ED പൊക്കിക്കൊണ്ടുവരുന്നതും വലിയ പ്രതിസന്ധി സൃഷ്ടിക്കും. അതുകൊണ്ട് തന്നെ കേരളത്തിൽ നിന്ന് എങ്ങനെയെങ്കിലും 10 MP-മാരെ സൃഷ്ടിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ദേശീയ പാർട്ടി എന്ന് അഹങ്കരിക്കാൻ പോലും CPM-ന് ഇനി സാധിക്കില്ല. 4 അതിലധികമോ സംസ്ഥാനങ്ങളിൽ ഒരു പാർട്ടി സംസ്ഥാന പാർട്ടിയായി അംഗീകരിക്കപ്പെട്ടാൽ മാത്രമേ ദേശീയ പാർട്ടി പദവി നിലനിർത്താൻ സാധിക്കൂ. 3 വ്യത്യസ്ത സംസ്ഥാനങ്ങളിൽ നിന്നെങ്കിലും ലോക്സഭയിലെ 2% സീറ്റുകൾ, അതായത് 2014 കണക്കനുസരിച്ച് 11 സീറ്റുകൾ ലഭിക്കണം.
ലോക്സഭയിലേക്കോ സംസ്ഥാന നിയമസഭയിലേക്കോ പൊതു തെരഞ്ഞെടുപ്പിൽ പോൾ ചെയ്ത മൊത്തം സാധുവായ വോട്ടിൻ്റെ 6% നേടിയിരിക്കണം. കൂടാതെ ആ തെരഞ്ഞെടുപ്പിൽ കുറഞ്ഞത് ഒരു ലോക്സഭാ സീറ്റിലും 2 നിയമസഭാ സീറ്റുകളിലും വിജയിക്കുകയും വേണം. അതുകൊണ്ട് തന്നെയാണ് ദേശീയ പാർട്ടി പദവിക്കായി CPMൻ്റെ ഡു ഓർ ഡൈ മത്സരമാണ് ഈ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത്. ഒരു സംസ്ഥാനത്ത് ലോക്സഭയിലേക്കോ നിയമസഭയിലേക്കോ നടക്കുന്ന പൊതു തെരഞ്ഞെടുപ്പിൽ ഏതെങ്കിലും സീറ്റ് നേടുന്നതിൽ പാർട്ടി പരാജയപ്പെട്ടാലും സംസ്ഥാന പദവിക്ക് അർഹതയുണ്ടാകും. എന്ന് വെച്ചാൽ സംസ്ഥാനത്ത് പോൾ ചെയ്ത സാധുവായ വോട്ടുകളുടെ 8% നേടിയാൽ സംസ്ഥാന പാർട്ടിയായി അംഗീകരിക്കപ്പെടും. എന്തായാലും CPMനെ സംബന്ധിച്ചിടത്തോളം ഇത്തവണ പരമാവധി MP-മാരെ കേരളത്തിൽ നിന്ന് സൃഷ്ടിക്കണമെന്ന് മാത്രമല്ല, സ്വന്തം ചിഹ്നത്തിൽ ലഭിക്കുന്ന വോട്ട് ഷെയറിൻ്റെ എണ്ണവും കൂടണം. അതിനായി ഭരണവിരുദ്ധ വികാരത്തെ മറികടക്കാൻ കഴിയുന്ന പ്രവർത്തനങ്ങൾ മണ്ഡലത്തിൽ കാഴ്ചവെക്കാൻ സാധിച്ചാൽ മാത്രമേ ലക്ഷ്യങ്ങളിലേക്ക് എത്താൻ CPMന് സാധിക്കൂ. എന്നുവെച്ചാൽ ഇനിയുള്ള ദിനങ്ങളിൽ CPM കാഴ്ചവെക്കാൻ പോകുന്നത് ജീവൻ മരണ പോരാട്ടം തന്നെയാണ് എന്നർത്ഥം.